പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ നൈനയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ മോളായിരിക്കും അല്ലെങ്കിൽ ഈ വീട് വിട്ടു പോകുന്നത്. ഇവിടെ കിടന്ന് ശ്വാസം മുട്ടി നീ വിവാഹം ചെയ്യുന്നതിന് മുന്നേ മോള് അധ്വാനിച്ച് ഇങ്ങനെ കുടുംബം നോക്കിയിരുന്ന കുട്ടിയാണ്. അവൾ ഇവിടുന്ന് പുറത്തു പോയാലും അവൾ അധ്വാനിച്ച് ജീവിക്കും. അസാധ്യ കഴിവുള്ള കുട്ടിയാണ് എന്നൊക്കെ പറയാണ്. പിന്നെ നമ്മൾ ചെന്ന് അവിടെ ചെന്ന് കാല് പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും. ആ കോരിച്ചൊരിയുന്ന മഴയത്ത് നടന്ന സംഭവങ്ങളെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അവളോട് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലാനായിട്ട് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ഈ വീടൊരു പറയാനുള്ളത് എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീടൊരു കുരുക്ഷേത്രം ആക്കാനാണ് എല്ലാവരുടെ തീരുമാനമെങ്കിൽ എല്ലാവരും അവനവന് കിട്ടാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് മാറി താമസിക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും അങ്ങനെ മുത്തശ്ശന് ആ ഒരു കാഴ്ച കാണേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്കിൽ നീയാണ് ഇവിടുത്തെ മൂത്ത കൊച്ചുമോൻ, അപ്പോൾ നീ നിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവയാനി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നയന അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നയന ഇങ്ങനെ ചെന്നിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. അപ്പോൾ ദേവയാനി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ എൻ്റെ മുന്നിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അമ്മ എപ്പോഴെങ്കിലും ഒന്ന് മീനാക്ഷി ചേച്ചിനോട് അന്വേഷിച്ചു എന്താ സംഭവിച്ചതെന്നുള്ളത് ചോദിക്കും. അപ്പോൾ നീ കാരണമാണ് നീ ഇങ്ങനെ പിന്നീട് നയന പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, മീനാക്ഷി ചേച്ചി അമ്മേനോട് സംസാരിച്ചതും പണം ചോദിച്ചതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ കാരണമാണ് ഇന്ന് ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായത്. അച്ഛൻ എന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇങ്ങനെ അമ്മയുടെ കാര്യം പിന്നീട് ഇങ്ങനെ അതുകൊണ്ട് അത്രയും ദേഷ്യത്തിലാണ് അച്ഛൻ സംസാരിച്ചിട്ടുള്ളത്. ഞാനിവിടെ വന്നിട്ട് 10-30 കൊല്ലമായി. അപ്പോൾ ഇന്ന് അത്രയ്ക്കും ദേഷ്യപ്പെട്ടും സങ്കടത്തോടും കൂടിയാണ് അച്ഛൻ സംസാരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈനിയാണെങ്കിലും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ അമ്മ പറയുന്ന പോലെ എല്ലാം അനുസരിച്ച് നിന്നോളാം, എനിക്ക് ഇങ്ങനെ വേറെ ഒന്നും വേണ്ട അമ്മ, ഞാൻ പറയുന്ന ഒരു അപേക്ഷയായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ വീട് വിട്ടു പോകുമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അമ്മയുടെ കൺട്രോളിലുള്ള ഈ കുടുംബമായിരിക്കും. അമ്മ വരച്ച വര മറികടക്കാത്ത ആളാണ് ആദർശേട്ടൻ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതൊക്കെ. പിന്നീട് എനിക്ക് ഇങ്ങനെ എന്നേക്കാളും കൂടുതൽ ഇപ്പോൾ ആദർശേട്ടന് വേണ്ടത് അമ്മയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പോകാനായിട്ട് ദേഷ്യപ്പെട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട്, അമ്മ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം എന്ന് പറയാം, നീ എന്താ ഓർഡർ ഇടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും അല്ല. അപ്പം അമ്മ എപ്പോഴും ഇങ്ങനെ വീട് വിട്ട് പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ എല്ലാവരോടും കലഹിച്ച് നിൽക്കുമ്പോഴും ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ ആർക്കും ഇങ്ങനെ വലിയ വിഷമമൊക്കെ തോന്നും. പിന്നീട് ഇങ്ങനെ ഇത് തന്നെ സ്ഥിരമാകുമ്പോൾ ആരും അമ്മയുടെ വാക്കിന് വില കൽപ്പിക്കാതെയാവും. ചില സമയത്ത് മുത്തശ്ശൻ്റെയൊക്കെ വാക്കിനേക്കാളും വിലയുണ്ട് അമ്മയുടെ വാക്കിന് ചിലർ വില കൽപ്പിക്കാറുണ്ട്. അപ്പം അതൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇനി അമ്മ പറയുന്ന പോലെ ഞാൻ എല്ലാം ചെയ്തോളാം, അമ്മയുടെ വാക്കിനെ മറികടന്ന് ഒന്നും ചെയ്യില്ല. ഇനി അമ്മ എന്നോട് എൻ്റെ ജീവൻ എടുക്കാൻ പറഞ്ഞാലും ആരും അറിയാതെ ഞാൻ എൻ്റെ ജീവൻ എടുത്തോളാം, എനിക്ക് അതിലും വലിയൊരു ഉറപ്പ് തരാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയന സങ്കടത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോകും. പിന്നീട് ദേവയാനിയാണെങ്കിലും നയന പറഞ്ഞല്ല ശരിയാണല്ലോ എന്നിങ്ങനെ ഉള്ളതിലിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ജലജയും അഭിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അഭിയാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ ഭാഗം വെക്കാൻ പറഞ്ഞ് ഇങ്ങനെ പ്രമാണം കൊടുത്ത കാര്യത്തിൽ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കും എൻ്റെ ഏട്ടത്തിക്കും മാത്രമേ നയനയോട് ദേഷ്യമുള്ളൂ, അത് മാറണം, വീട്ടിലെല്ലാവരും അവളെ വെറുക്കണം, അങ്ങനെ ഒരു ഇത് വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ അഭി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ ഭാഗം കിട്ടിയാൽ വേറെ മാറി താമസിക്കാമല്ലോ, പിന്നെ ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് ലാവിഷായിട്ട് കഴിയാമെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അതെങ്ങനെ എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്, അനിയുടെ പേരിലാണ് ഈ തറവാട്, അത് അവന് കൊടുത്താൽ എങ്ങനെ ശരിയാവുക, അപ്പം ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്കും എൻ്റെ മക്കൾക്കും കിട്ടണം, അത് ഇങ്ങനെ കിട്ടിയേ പറ്റൂ എന്നുള്ളതിൽ ജലജയും സംസാരിക്കുകയാണ്. പിന്നീട് നയന ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ എന്തോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മോളിപ്പോൾ എന്താ എന്നെ സഹായിക്കാനൊന്നും വിളിക്കാത്തത് എന്നൊക്കെ, ഇങ്ങനെ സഹായത്തിനൊന്നും വിളിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ എനിക്ക് ചെയ്യാനുള്ള പണി മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പം മോള് അമ്മായിമ്മേനോട് സംസാരിക്കാൻ പോയിട്ട് എന്തായി എന്ന് ചോദിക്കും. അതിൻ്റെ റിസൾട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോള് മിടുക്കിയാണ്, മോള് ആദർശനെ മാറ്റിയ പോലെ ഏട്ടത്തിനെയും മാറ്റിയെടുക്കണം, അപ്പോൾ ഏട്ടത്തിയും കൂടെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചുകളിൽ പിന്നെ ഈ വീട്ടിലിങ്ങനെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ജലജേനെയും മക്കളെയും മോള് നോക്കണ്ട, മോള് വരുന്നതിന് മുന്നേ അവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാവരെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കും, ഇനി അവരുടെ സ്വഭാവം ഒന്നും മാറാനും പോണില്ല, മോള് ഏട്ടത്തിനെ കയ്യിലെടുത്താൽ തന്നെ ഇനി വേറെ ഒന്നും നോക്കാനില്ല, അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോവാണ്. മോള് ഈ വീട് വിട്ടു പോയാൽ ഞങ്ങൾക്കും എല്ലാവർക്കും വിഷമം തന്നെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ജയനും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ മുത്തശ്ശൻ ഇപ്പോൾ കൂടുതൽ ഗുളിക കഴിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ജയൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജയൻ പറയും, അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് എത്ര കാലം മറച്ചു വെക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ജാനകിയും ജലജയും ദേവയാനിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജാനകി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു സംശയം ഞങ്ങൾക്കും ഉണ്ടെന്ന്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, അസുഖമില്ലാത്ത ഇനി നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് ഒരു അസുഖക്കാരനാക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ദേവയാനി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നയന എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ നയന അടുക്കളയിലാവട്ടെ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, നിനക്കുള്ള കോഫി ഇവിടെ കൊണ്ടുവച്ചിരുന്നു, അത് നീ വരുമ്പോഴേക്കും തണുക്കുമെന്ന് പറഞ്ഞിട്ട് ചൂടാക്കാനായിട്ട് എടുത്തു കൊണ്ടുപോയതാണെന്ന് പറയും.
അപ്പോൾ നൈന അപ്പോഴേക്കും അവിടേക്ക് വരും കേട്ടോ. അപ്പോൾ നൈനയോട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ചായയൊക്കെ കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചായ കൊടുത്തു. അപ്പോൾ എന്തായാലും ആ കോഫി ചൂടാക്കിയിട്ട് എടുത്തോ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും ഒന്നും മനസ്സിലാവില്ല. ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ ദേവയാനി പറയുന്നത്. അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ ചൂടാക്കിയിട്ട് നൈന എടുക്കുന്നുണ്ട്. അപ്പം അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങി, ഇനിയിപ്പോൾ ഈ സ്നേഹം എന്നും നിലനിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നെ ഒരു ജോലിക്കാരിയായിട്ട് കണ്ടോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല, അമ്മ ഈ വീട് വിട്ട് പോവാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ നൈന ഇങ്ങനെ കോഫിയൊക്കെ ചൂടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ മരുമകളോടുള്ള ദേഷ്യം ഇതൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്തായാലും എന്നും അവളോട് ദേഷ്യം കാണിച്ച് ഇരുന്നാൽ പറ്റില്ലല്ലോ, അവൾ എന്തൊക്കെ ജോലികളാണ് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നൈനിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം മരുമകൾക്ക് മുന്നിൽ ഇങ്ങനെ മരുമകളെ അംഗീകരിക്കുന്നത് ഒരു തോൽവിയായിട്ട് എടുക്കൊന്നും വേണ്ട എന്നൊക്കെ മുത്തശ്ശൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും അങ്ങനെ എന്താ ഉണ്ടായെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ ഏട്ടത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അല്ലെങ്കിലും അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അതിനെ കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചൂടാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്താ കഴിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ മോളെന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടന് പുട്ടും കടലയാണ് ഇഷ്ടം, ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എന്തിനാ രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും ഒന്ന് പോരെയെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ദേവയാനി പിന്നീട് നൈന ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്, അമ്മ എന്താ പറയുന്നത് അത് ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ ദേവയാനി ദോശ മതി എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും അത് തന്നെ മതി എന്ന് മുത്തശ്ശനും പറയും കേട്ടോ. എന്നിട്ട് നൈനയാണെങ്കിൽ അവിടുന്ന് ജാനകി പറയുന്നുണ്ട്, മോളിപ്പോൾ എന്നെ സഹായത്തിനൊന്നും വിളിക്കുന്നില്ല എന്ന്. അപ്പോൾ വീണ്ടും നൈന പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് ചെയ്യാനുള്ള ജോലി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ആരാ പറഞ്ഞത് മോൾക്ക് ചെയ്യാനുള്ള ജോലി മാത്രമേ ഉള്ളൂ എന്ന്, മീനാക്ഷി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മോൾക്ക് ആരെങ്കിലുമൊക്കെ സഹായത്തിന് വിളിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് നൈന അങ്ങ് അടുക്കളയിലേക്ക് പോവാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ ദേവയാനിയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്നുള്ളതിൽ ഇങ്ങനെ ജലജനോട് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ജലജനെ കളിയാക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ. പിന്നീട് ദേവയാനി ആണെങ്കിലും ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പം എന്നെ കണ്ടാൽ അങ്ങനെ ദേഷ്യമാവും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ദേവയാനി അത് കാണുകയാണ്. അപ്പോൾ നീ എന്താ എന്നെ കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ നിന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇപ്പം എന്നോട് ദേഷ്യമല്ലേ എന്ന് ചോദിക്കും. എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും എന്നുള്ളത്. അപ്പോൾ നിന്നോട് ദേഷ്യം കാണിച്ചാൽ ഞാൻ എത്ര നേരം മിണ്ടാതിരിക്കും, നീ മിണ്ടാതിരിക്കുമ്പോഴും ഞാൻ നിന്നോട് വന്ന് മിണ്ടുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ. അപ്പോൾ ഇനി അമ്മേനെയും ഭാര്യേനെയും കുറിച്ച് ഓർത്ത് നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് നിന്നോടും നിന്റെ ഭാര്യേനോടൊന്നും ഒരു ദേഷ്യമില്ല എന്ന് പറയും. അങ്ങനെ സത്യമാണെന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ 100% സത്യമാണെന്നുള്ളതിൽ ദേവയാനിയും പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ സ്നേഹത്തോടു കൂടി ദേവയാനിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശം അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനിയാണെങ്കിലും ദേവയാനിയുടെ സ്വഭാവമൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട് കേട്ടോ, ദേഷ്യമുള്ള മുഖമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് നൈന പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഈ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിലുള്ള ഈ കുടുംബം അമ്മയുടെ കൺട്രോളിൽ അല്ലാതെ ആവും എന്നുള്ളതിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്